ഈ നമ്മുടെ കായത്തോല് അരിയും കൂടിയിട്ടുള്ള പപ്പടം ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കായത്തോലും അരിയും കൂടിയിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണിത്. പപ്പടം അതുണ്ട്, നല്ല നൈസായിട്ടുള്ള പപ്പടം. ഇത് കാപ്പിക്കൊക്കെ വറുത്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് അത് വറുത്ത് നോക്കിയപ്പോൾ. ഇത് വെറുതെ കായത്തോലും അരിയും കൂടിയിട്ട് വേവിച്ചിട്ട് അരച്ച് അതിൽ ജീരകം ഇതൊക്കെ ഇട്ട് അതിൻ്റെ റെസിപ്പി ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇത് ഇടുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ഇടുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കായത്തോല് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. കായത്തോല് അതായത് നേന്ത്രക്കായ തോല് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചേക്കണതാണ് ഇത്. നമ്മളീ പപ്പടം ഉണ്ടാക്കണതിന് കായത്തോലും ശരിക്ക് അരിയും പച്ചരിയും കൂടി വേവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചിപ്സ് വറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കായായിരുന്നു. അപ്പോൾ അതിൻ്റെ തോല് വെറുതെ കളയണ്ട. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇത് ചെയ്യാൻ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് ഒഴിവായപ്പോൾ കായത്തോല് വേവിച്ച് വെച്ചു ഇതിൽ. അപ്പോൾ ആ കായത്തോലിൻ്റെ കൂടെ ഇന്നിപ്പോൾ രാവിലെ ചോറ് ഞങ്ങൾ അരി അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ പെട്ടെന്നാവുമല്ലോ. അതിൽ കുറച്ച് കായം, അങ്ങനെയുള്ള വറ്റൽമുളക് ഇതൊക്കെ ഇട്ടിട്ട് ജീരകം ഇതെല്ലാം അമ്മ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കണം ഗ്രൈൻഡറിൽ എല്ലാം കൂടിയിട്ട്. കായത്തോലിടുകയാണ്. കായത്തോലിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ വെള്ളം ഒഴിക്കണം. അത് സ്റ്റക്കാവുന്ന മാതിരി കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചോറും അരയ്ക്കുകയാണ്. ഇതിൽ അരിയും കായത്തോലും കൂടിയിട്ട് വേവിച്ചിട്ടാണ് ഇപ്പോൾ അരക്കേട്ടത്. അതിൽ ഉപ്പ്, മുളക്, പിന്നെ കുറച്ച് ജീരകം, കായം ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം അരയണം. അത് നല്ലോണം അരയണം. മഞ്ഞൾപ്പൊടി നമ്മുടെ കായത്തോലും അരിയും കൂടി അരച്ച മിശ്രിതമാണ് ഇവിടെ ഇരിക്കുന്നത്. ഓൾറെഡി ഇത് വേവിച്ചിട്ടാണ് അരച്ചേക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ പരത്താൻ നോക്കുകയാണ്. ഇതേ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ചെറിയ ചെറിയ പപ്പടങ്ങളായിട്ട് അധികം കനം കുറയ്ക്കാതെ പരത്തിയെടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് വെറുതെ വട്ടം വട്ടം ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇത് അമ്മ ഇവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നമ്മുടെ കായത്തോല് അരിയും കൂടിയിട്ടുള്ള പപ്പടം ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ വേണ്ടോ ഇത് ചക്കയുടെ പാട.
ചക്കക്കുരുവിൻ്റെ മുകളിലത്തെ ഒരു പാടല്ലേ, അതാണത്. പിന്നെ ഇത് മാങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഉണക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞാനാണ് കൂടുതലും കൊണ്ടുപോവുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയുടെ ഐറ്റംസ്. അപ്പോൾ എനിക്ക് അച്ചാറുണ്ടാക്കാനും കൂട്ടാനുണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഞാൻ കൊണ്ടുപോകണത്. അല്ലെങ്കിൽ അത്യാവശ്യം ചമ്മന്തി അരയ്ക്കും, മാങ്ങ ചമ്മന്തി അരയ്ക്കും ഞാൻ വെള്ളത്തിലിട്ടിട്ട്. അതിനൊന്ന് എന്താ പറയുക, ഇത് നല്ല കട്ടിയായിട്ടില്ലിരിക്കും, ഇപ്പോൾ നല്ല കടുപ്പായിട്ടിരിക്കും. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് സ്മൂത്തായി കിട്ടും. എന്നിട്ട് നമുക്ക് ഉള്ളിയോ അല്ലെങ്കിൽ തേങ്ങയോ വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കാൻ നല്ലതാണ്. അതുമാതിരി ഇതേ നമ്മുടെ മാങ്ങാത്തേര് ഇതേ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ഐറ്റവും ഇതൊക്കെ ഉണങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ അമ്മയുടെ രാവിലെ തൊട്ടിട്ടുള്ള പണികൾ ഇങ്ങനെ ഓരോ അച്ചാറുകളും കൊണ്ടാട്ടങ്ങളും മാങ്ങ കൊണ്ടുള്ള ഐറ്റംസും വേപ്പിൻ്റെ ഇല വീണേക്കണതാണ്, മുരിങ്ങയില വേപ്പിൻ്റെ ഇലയൊക്കെ മുകളിൽ നിന്ന് വീഴണതാണ്. ഇതൊക്കെ അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കണതാണ്. ഇതൊക്കെ ഉണ്ടാക്കി വെക്കലാണ്. അപ്പോൾ എനിക്ക് വന്നാലും അമ്മയുടെ കൂടെ ഞാൻ ചേർന്ന് ഇതൊക്കെ ചെയ്യും. അമ്മയെ സഹായിക്കലാണ് എൻ്റെ നാട്ടിൽ വന്നാലത്തെ ഈ പരിപാടികളാണ്. ഞാൻ ബിസിയാണ് പോണവരെ. കായത്തോല് കൊണ്ടാട്ടം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വിരുന്നുകാരൊക്കെ വരികയെന്ന് വെച്ചാൽ നമുക്ക് കാപ്പിക്ക് ഒരു പലഹാരമൊക്കെ ആയിട്ട് വെച്ചുകൊടുക്കാം. മറ്റേ ബേക്കറി ഐറ്റംസിനായിട്ടിലൊക്കെ ഏറ്റവും നല്ല സംഗതി ഉള്ളത്. ഇതിൽ നമ്മളൊന്നും മായം ചേർക്കണില്ലല്ലോ. ശരിക്കുള്ള നമ്മുടെ ഉണ്ടാവുന്ന സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഒന്നും നമുക്ക് അപകടമുള്ള കാര്യങ്ങളല്ല ഇതിലുണ്ടാക്കുന്നത്. ഇതൊക്കെ ഇനി മക്കൾക്കൊക്കെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കേണ്ടത് ചെയ്യുന്നത്. അവരൊക്കെ പോകുമ്പോൾ ഇത് നല്ല അവർക്ക് അവിടെ ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു കൊല്ലത്തേക്കൊക്കെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊടുത്തേക്ക് കൊടുത്ത് അങ്ങനെ അവരത് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടത്. മഴക്കാലം വരുമ്പോഴൊക്കെ കാര്യമാണത്. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് തന്നെ കാപ്പി എന്തെങ്കിലുമൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത് വറുത്തിട്ട് കാപ്പിക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതുപോലെ അരിക്കൊണ്ടായിട്ട് എല്ലാ സാധനങ്ങളും അങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. അരിപ്പപ്പടം, ചക്കപ്പപ്പടം, കൊള്ളിപ്പപ്പടം, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കേണ്ട. കൊള്ളി കൊണ്ടാട്ടം, ചക്ക കൊണ്ടാട്ടം, ഇതെല്ലാം ഒരേ ഡബ്ബകളിൽ നിറച്ച് വെക്കും. കുട്ടികൾക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അവരത് കൊണ്ടുപോകും. അതുപോലെ അച്ചാറുകളും പലതും ഉണ്ടാക്കും. ഇതൊക്കെ അവർക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അവർക്ക് കൊടുത്തു വിടുന്നതിന് എനിക്കൊരു സന്തോഷം വേറെയുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാനല്ല, ഞങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളുള്ളിടത്തോളം കാലല്ലേ അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് വയ്യാന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സന്തോഷത്തോടു കൂടി ഞാൻ ഉണ്ടാക്കണു, അവർ അത് അനുഭവിക്കണു. അതിന് നമുക്കൊരു പ്രത്യേക ഒരു സംതൃപ്തിയുണ്ട്. നമ്മ ഉണ്ടാക്കിയേക്കണത് എന്തൊക്കെയാ? ഞാൻ ഉണ്ടാക്കിയേക്കണത് കായത്തോല്, പപ്പടം, സാവല്ലരി പപ്പടം, അതൊക്കെ ഉണ്ടാക്കി. മാങ്ങ ഉണക്കി വെച്ചിട്ടുണ്ട്, ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്, ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ചക്ക പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്. കായത്തോല് ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. കായത്തോലൊന്നും ഞങ്ങൾ വെറുതെ കളയരുത്. ഞാനത് ഒരു സാധനം വെറുതെ കളയില്ല. കാറ്ററിങ്ങിൽ നിന്നൊക്കെ കായത്തോല് എനിക്ക് അവർ വറുക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ധാരാളം കിട്ടും. അതുകൊണ്ട് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉപ്പേരി, അതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞ് നല്ല വെള്ളപ്പയറിട്ടിട്ട് ഉപ്പേരി വയ്ക്കും. പണ്ടൊക്കെ നമ്മുടെ കല്യാണ വീട്ടുകളിലൊക്കെ തലേ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ഒരു ഐറ്റം ഇതായിരുന്നു, കായത്തോലും പയറും കൂടിയിട്ടുള്ള. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. കായത്തോല് കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക.